ഹലോ ഫാമിലി, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ KTMs എവിടെ പോയി. നമ്മൾ റോഡിലിറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അഡ്വഞ്ചർ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാൽ ഈ രണ്ട്, അതായത് ഡ്യൂക്കും RC ഒന്നും കാണാനേ കിട്ടുന്നില്ല. അതിന്റെ റീസൺസ് എന്തൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യുവാക്കളുടെ ഒരു ഹരമായി മാറിയ രണ്ട് മോഡൽസ് ആണ് നമ്മുടെ RCയും അതേപോലെ തന്നെ ഡ്യൂക്കും. പക്ഷെ അത് 2024 തൊട്ടിട്ട് ആ ബൈക്സിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് കമ്മിയായി. അതിന്റെ മെയിൻ റീസൺസ് KTM തന്നെയാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മളുടെ ഈ RC അതിന്റെ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പഴയ RCന്റെ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് മോഡലാണ്. അതായത് ഒരു സമയം തെറ്റി വന്ന ഒരു വണ്ടി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം അത്രത്തോളം അഗ്രസീവും അത്രത്തോളം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു വേരിയന്റ് ആണ് ആ വണ്ടി. ആ വണ്ടി കണ്ടിട്ട് ഇപ്പോഴത്തെ RC നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ പുതിയ RCനോട് ഒരു വെറുപ്പ് തോന്നും. അതായത് പവറിന് ഒരു രാജ്യത്തിൽ കമ്മിയില്ല, കൂടിയിട്ടേ ഉള്ളത്. ആൻഡ് എല്ലാ രീതിക്കും അതിന്റെ എഞ്ചിനീയറിംഗും കാര്യങ്ങളൊക്കെ പുതിയ RCന്റെയാണ് ബെറ്റർ. ഹാൻഡ്ലിംഗ് ആയിക്കോട്ടെ, പവർ ആയിക്കോട്ടെ, കുറച്ചും കൂടി ഒരു റോ പവർ കൂടുതലാണ് നമ്മുടെ പുതിയ RCക്ക്. BS3ന്റെ കാര്യമല്ല ഞാൻ സംസാരിക്കുന്നത്, BS6 വേരിയൻസിന്റെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ അതാണ് അതിന്റെ മെയിൻ റീസൺ. കമ്പനി തന്നെ ഒരു കുഴി തോണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ആൾക്കാർക്ക് പഴയ ഡ്യൂക്കിന്റെ ആ ഒരു ലേ ഔട്ട് ഉണ്ട്, ആ ലേ ഔട്ടാണ് കുറച്ചും കൂടി ഇഷ്ടം. ആൻഡ് ആ കമ്പനി ഇപ്പോൾ മൊത്തത്തിൽ മാറ്റിയിട്ട് വേറൊരു പുതിയ ലേ ഔട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് കുറേ റീസൺസ് കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. അതായത് എയറോഡൈനാമിക് കൂട്ടി, അതുപോലെ തന്നെ പവർ കൂട്ടി, ലൈറ്റ് വെയിറ്റ് ആക്കി എന്നൊക്കെ കുറേ റീസൺസ് അവിടെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ആൾക്കാർക്ക് ആ ഡിസൈൻ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ KTMസിന്റെ ആ ഒരു ഡൗൺഫോൾ സ്റ്റാർട്ടായത്. ആൻഡ് നമുക്കിനി ആ ഇമേജിന്റെ കാര്യത്തിന് വരെ സംസാരിക്കാം. ഇമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബൈക്ക് ഒരിക്കലും മോശമല്ല, ഒരു ബൈക്കും മോശമല്ല. അതിനെ ഓട്ടിക്കുന്ന ആൾക്കാർ കാരണമാണ് ആ ബൈക്കിന് ചീത്തപ്പേര് വരുന്നത്, ആ ബ്രാൻഡിന് ചീത്തപ്പേര് വരുന്നത്. ഇപ്പോൾ KTM ബ്രാൻഡ് ചീത്തപ്പേര് വരാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കുറച്ച് ചപ്രി, അതായത് കണ്ണാപ്പി പിള്ളേരുടെ കയ്യിൽ ഈ വണ്ടി കിട്ടി. അങ്ങനെ തന്നെയാണല്ലോ പറയാം, കണ്ണാപ്പി പിള്ളേരുടെ വണ്ടി കിട്ടി, ആ വണ്ടി ഇവർ കൊണ്ട് തുഴച്ചു എന്ന് തന്നെ പറയാം. ഇത്രയും നല്ലൊരു വണ്ടിൻ്റെ ഇമേജ് കൊണ്ട് മൊത്തത്തിൽ നശിപ്പിച്ചു. അപ്പോൾ അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ മെയിൻ റീസൺ. എന്തുകൊണ്ടാണ് KTMന്റെ ആ ഒരു ഫാൻ ബേസും അതേപോലെ തന്നെ ഒരു ഹൈപ്പ് കമ്മി ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ ഈ രണ്ട് റീസൺസ് ആണ്. നിങ്ങൾ പുതിയ വണ്ടിയും പഴയ വണ്ടിയും ഓടിച്ചു കഴിഞ്ഞാൽ ആ ഓടിച്ച ആൾക്കാർക്ക് മനസ്സിലാവും, പുതിയ വണ്ടിക്കാണ് കുറച്ചും കൂടി ഒരു ലൈറ്റ് വെയിറ്റ് ഫീൽ വരുന്നത്. ഒന്നാമത് KTMs പവർ ടു വെയിറ്റ് റേഷ്യോയിൽ മാസ്റ്റേഴ്സ് ആണ്. അപ്പോൾ പുതിയ വണ്ടി ഇത്രയും കൂടി നല്ലൊരു ഒരു പവർ നമുക്ക് ഡെലിവറി ചെയ്യാൻ കിട്ടുന്നുണ്ട്. അത്രത്തോളം റോ അല്ലെങ്കിലും BS6 ആണല്ലോ, അപ്പോൾ അതിന്റെ രീതിക്കുള്ള പവർ നമുക്ക് കിട്ടുള്ളൂ. ഇതിനിപ്പോൾ ശരിയാക്കൽ എന്താ മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ആ പഴയ ഡിസൈനിൽ കൊണ്ടുവരേണ്ടി വരും. അതായത് സിമിലർ കൈൻഡ് ഓഫ് ഡിസൈൻസ് കൊണ്ടുവരിക, കുറച്ചും കൂടി അഗ്രഷൻ തോന്നിക്കുന്ന ഡിസൈൻസ് കൊണ്ടുവരിക. പുതിയ ഡിസൈൻ കംപ്ലീറ്റ്ലി ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കേർവി ഡിസൈനാണ്, അത് ആൾക്കാർക്ക് അത്രത്തോളം ഇഷ്ടമായിട്ടില്ല. അപ്പോൾ KTM ആൾക്കാരുടെ ഫീഡ്ബാക്സ് എടുത്തിട്ട് ആ രീതിക്കുള്ള ബൈക്ക് ഡിസൈൻ ചെയ്യാനാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇതൊന്നും അല്ല കളി. KTMs നല്ല രീതിക്കുള്ള സെയിൽസ് അവിടെ കാഴ്ചവെക്കുന്നുണ്ട്, ഇന്ത്യനെ പോലെ അല്ല. എന്തുകൊണ്ടോ ഇന്ത്യത്തെ ആൾക്കാർ കുറച്ചും കൂടി അഗ്രഷൻ ഇഷ്ടമാണ് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ ഒരു ഹൈപ്പ് ഡൗൺ ആയിരിക്കുന്നത് KTMസിന്റെ. എന്തായാലും നമുക്ക് നോക്കാം. RC 450 സംതിങ് വരുന്നുണ്ട് എന്നൊരു റൂമറൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, 450 വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇത് എപ്പോഴാണ് വരുന്നത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ടില്ല, പക്ഷെ എന്നിരുന്നാലും വരുമെന്നാണ് റൂമേഴ്സ് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ സംസാരിക്കാവുന്നത് നമ്മളുടെ ഒരു ബൈക്കർ കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടാണ്. നമ്മളെ ഒരു ബൈക്ക് വരുമ്പോൾ ഇത് കുറേ വേറെ ആൾക്കാരിൽ ബൈക്ക് എത്തും, അതായത് ഇതിനെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഈ നല്ല രീതിക്ക് പോകുന്ന ആൾക്കാരെ ഒരിക്കലും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഒരു ഓഫീസ് കമ്മ്യൂട്ടിങ്, അതേപോലെ തന്നെ ഒരു വീക്കെൻഡ് റൈഡ്സ്, നല്ല രീതിക്ക് എല്ലാ സിഗ്നൽസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് ഓട്ടിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഭയങ്കരമായിട്ടൊരു സാഡ് ഒരു പാർട്ടാണ് ഈ ഇങ്ങനത്തെ മിസ്യൂസ് ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരിനെ നമ്മൾ കുറ്റം പറയുന്നത്. അപ്പോൾ ഒരിക്കലും എല്ലാ KTM, എല്ലാ RCയും ഡ്യൂക്ക് ഓണേഴ്സും എല്ലാവരും ഒരേപോലെ അല്ല. അത് ആ ബൈക്കിന്റെ തെറ്റല്ല, നല്ലൊരു മെഷീനാണ്. കുറേ ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതായത് ആ ഫെയറിംഗ് വൈബ്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പഴയ മോഡൽസിൽ, അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് പുതിയ KTM RC ഇറക്കിയിരിക്കുന്നത്. ആൻഡ് അലോയ്സ് ആയിക്കോട്ടെ എല്ലാം കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബൈക്കാണ്. അപ്പോൾ എല്ലാവരും കൺസിഡർ ചെയ്യാൻ പറ്റിയൊരു ബൈക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ ബ്രാൻഡിനെ അല്ലെങ്കിൽ ആ ബൈക്കിനെ നമ്മൾ കുറ്റം പറയരുത്. സോ അതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ. ഞാൻ ഒരു KTM ഫാൻ ബോയോ കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ ഈ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു KTM ഫാൻ ബോയാന്ന് തോന്നും. അങ്ങനെയൊന്നും അല്ല. ഞാൻ എല്ലാ ബൈക്സിനും വേണ്ടി ഇങ്ങനെ തന്നെ സംസാരിക്കാറ്. എൻ്റെ കയ്യിലുള്ളത് ഒരു റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ആണ്. അന്ന് വെച്ചിട്ട് ഞാൻ റോയൽ എൻഫീൽഡിനെ പൊക്കി അടിക്കുന്നില്ല.
പോസിറ്റീവ് നെഗറ്റീവ് അത്രേ ഉള്ളൂ. എനിക്ക് എല്ലാ ബൈക്സും എല്ലാ കാർസും ഒരുപോലെ തന്നെയാണ്. ഐ എം എ ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റ്, അല്ലാണ്ട് ഒരു ഫാൻ ബോയ് അല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നത് ഇഷ്ടം. ജസ്റ്റ് ഒരു ടോക്ക് വീഡിയോ ആണ്, അല്ലാണ്ട് നമ്മൾ ഓവറായിട്ട് കേസ് സ്റ്റഡിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ജസ്റ്റ് ഒരു ടോക്ക് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ ദിസ് ഈസ് മൈ തോട്ട്.